വന്നിട്ടില്ല. സോ ഇവരാണെങ്കിൽ അധികം സൗണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ നല്ലപോലെ സംസാരിക്കാനായിരിക്കും. സോ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ ഉണ്ട്. എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ നല്ല കളർഫുള്ളൊക്കെ നമ്മളെല്ലാം മനസ്സിലായത്. അത് സംഭവം എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര ആർട്ടിസ്റ്റിക് സംഭവങ്ങളാണ്. അത് ഒത്തിരി പുതിയുള്ളത് മനസ്സിലാവുന്നു. ഇത് നോക്ക്. ഒരു മാപ്പ് ഉണ്ട് ലൈബ്രറിയിൽ, പക്ഷെ നമ്മളടുത്തതില്ല. നമുക്കത് വാങ്ങിക്കാം. എന്താണ് ഇവിടെ നടക്കണേന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എനിക്കറിയാം. അതെ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ കഥ ഉണ്ടാക്കി പറയും. നമുക്ക് നോക്കാം ഗൈസ്. മിഷു മാപ്പൊക്കെ പിടിച്ച് ഉണ്ട്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം ഒന്നും മനസ്സിലായിട്ടില്ല. വഴി തെറ്റിന്നൊക്കെ. സെയിന്റ് ആൻഡ്രൂസ് പാരിഷ് ഹാൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. ഈ മാപ്പും പിടിച്ച് നടന്നിട്ട് നോക്കാം. പരിസരമൊക്കെ തിരികെ ആർട്ടിന്റെ ഒരു സംഭവം കാണുന്നില്ല. എന്തായോ എന്തോ എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞങ്ങൾക്ക് അത് സ്റ്റീവനെ വിളിച്ചിട്ട് ഞങ്ങൾ ഇനി ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ പോണേ. ഇപ്പം ഞങ്ങൾ മട്ടാഞ്ചേരിയിലാണ് നിൽക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എവിടെയാണ് നടക്കണേന്ന് ഒന്നും. സംഭവം പെട്ടെന്ന് മനസ്സിലായി. എനിക്കിത് ഇച്ചിരി ഭയങ്കര ക്രീപ്പി ആയിട്ട് തോന്നുന്നു. ദാഹിക്കുന്നവർക്ക് പൊട്ടിച്ച് കുടിക്കാം. ഈ ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിക്കാം. ഇരിക്കണ ആ സംഭവം എടുത്ത് അങ്ങോട്ട് കുടിക്കാം. ഇതെന്താണത്? ഫുള്ളി ഇരുട്ടാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ സൈലൻസ് കുറച്ച് കീപ്പ് ചെയ്താൽ കണ്ട. നമുക്കിങ്ങനെ ഫ്രീസറിന്റെ സൗണ്ട്, പിന്നെ അപ്പുറത്ത് എന്തോ വേറെ ഇല്ല ഫ്രീസറിന്റെ സൗണ്ട് ഉണ്ട്. ഇതെന്ത് സാധനമാണ്? ഇതിന്റെ സ്കിന്നിട്ട് കണ്ടോ? ഇത് ഡോൾസിന്റെ കാലാണിത് കണ്ടോ? എനിക്ക് സംതിങ് ഭയങ്കര ക്രീപ്പി ആയിട്ട് തോന്നുന്നു. വെൻസ്ഡേയിലുള്ള തിങ് പോലെ ഉണ്ട്. തിങ്ങിന്റെ ഫാമിലി ഇവിടെയാണ് ജീവിക്കുന്നത് പോലെ. വെൻസ്ഡേ എന്ന് പറയുന്ന സീരീസിലുള്ള തിങ്ങിനെ പോലെ ഉണ്ട്. ഇത് കണ്ടോ? ഞാൻ പെട്ടെന്നാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വൈറ്റ് സംഭവങ്ങൾ എലമെന്റ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കും. നൈസ് റൈറ്റ്. ഫുള്ളിങ്ങനെ പെയിൻറ്റ്സ് വന്നിട്ട് ഓക്കെ ഗൈസ്, ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണ ഒരു കാര്യം ഞാൻ കണ്ട്. ഗൈസ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കട്ടെ. സ്കേറി അല്ല കേട്ടോ, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു മൂവി തിയേറ്റർ പോലെയാണോ? എന്ത് ഉദ്ദേശിച്ചേക്കണേ? പോവാ
നോക്ക് ബാക്കിൽ ഇവിടെ ബീച്ചല്ലേ. ഗൈസ് ഇവിടെ ഇങ്ങനെ നല്ല നല്ല ബിൽഡിങ്സ് ഉണ്ട്, അതൊക്കെ എനിക്കിഷ്ടമായി. വേറെ പെയിന്റിങ്സ് ഒന്നും എനിക്ക് അങ്ങനെ അറിയുന്നവര് വന്നിട്ട് അത് തന്നെ ഇവിടെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ മനസ്സിലാവണില്ല, വലിയ ഐഡിയ കിട്ടുന്നില്ല എന്താണെന്ന്. ഞാൻ ആക്ച്വലി ഇവിടെ കുഞ്ഞു അവിടെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ഷോപ്പിൽ പോകാനൊക്കെയാണ് എനിക്ക് താല്പര്യം. പക്ഷെ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണണം എന്ന് പറഞ്ഞ് അമ്മ കൊണ്ടുവന്നതാണ്. ഇതാ ഞാനും വെച്ച് ഇവിടെ ഇങ്ങനെ തേരാപ്പാര എന്തോ ഇത് എന്നുള്ള രീതിയിൽ നടക്കുന്നുണ്ട്. ഗൈസ് ഇത് ആർട്ട് ഇഷ്ടമുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. എനിക്ക് ആർട്ട് ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തെ ആർട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ നടക്കുവാണ്. ബട്ട് നമുക്കിങ്ങനെ നല്ല രസമാണ്, നമ്മളിങ്ങനെ വെറുതെ സ്ക്രീൻ ടൈമൊക്കെ നമുക്ക് കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാം. മിച്ചു എന്തെങ്കിലും മിച്ചിനിങ്ങനെ കണ്ടിങ്ങനെ എക്സൈറ്റ്മെൻറ്റോട് ഒന്നും പറയാനില്ല. സംഭവങ്ങൾ ഇതാ ഇവിടെ ഉണ്ട്, നമുക്കപ്പോൾ നോക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എനിക്കിഷ്ടമാണ്. ഇതാ ഒരു ടോട്ട് ബാഗൊക്കെ ഉണ്ട്, ഞാനുണ്ടാവില്ല. നല്ല ചൂടുണ്ട്, വൈകുന്നേരമൊക്കെ ആണെങ്കിലും ബട്ട് സ്റ്റിൽ നല്ല ചൂടുണ്ട്. നമുക്ക് നോക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ആർട്ടിൻ്റെ സംഭവങ്ങളൊന്നും അധികം ഒന്നും മനസ്സിലാവണില്ല. എന്നാലും അത് നമുക്കറിയാൻ പാടില്ല കേട്ടോ. ആർട്ടൊക്കെ നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. ഇതൊക്കെ നല്ല ഈസ്തറ്റിക് ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഇൻട്രസ്റ്റ് ഉണ്ട്, എനിക്കിഷ്ടമായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാനായിട്ട്. ഇത്ര നേരം എല്ലാം കണ്ട് കിളി പോയിരിക്കുന്നു, അപ്പോഴോർത്ത് നോക്കൂ. ഇപ്പൊ പിന്നെയും നമ്മള് ബിനാലെന്നൊക്കെ ഇറങ്ങിയപ്പോ നമ്മൾ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് വന്നു. സ്ട്രീറ്റ് ഷോപ്പിംഗ് മനസ്സിലായി, ബിനാലെ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ഇതാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഗൈസ്. സോ നമ്മൾ അതവിടെ ഡ്രോപ്പ് ചെയ്ത്, മീൻസ് നമ്മൾ ആകെ കുറച്ച് കണ്ടു. ഇനി നമുക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സോ കം ഓൺ ഗൈസ്, ലെറ്റ്സ് ഗോ. എനിക്ക് കുറച്ച് പച്ചണ സാധനങ്ങളൊക്കെ കിട്ടി തുടങ്ങി.
ഗൈസ് നമ്മളിപ്പം നമ്മളതെല്ലാം കഴിഞ്ഞു. സ്ട്രീറ്റ് ഷോപ്പിംഗ് ബിലാലയ്ക്കായി 2 നമ്മൾ ഇത് വാങ്ങിയിട്ടാ മാഗ്നറ്റ്. ഓക്കെ. അപ്പം നമ്മളിനി ഫോർട്ട് വന്നേക്കാണ് ഫുഡ് കഴിക്കാൻ. ഫുഡ് കഴിക്കാം. നമ്മൾ ഫോർട്ട് കൊച്ചിയിലാണ്. എല്ലാം കഴിഞ്ഞു. ഒരു യുദ്ധത്തിന് ശേഷം നമ്മൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇപ്പോഴാണ്